എന്താണ് ഭയങ്കര പർച്ചേസിങ്ങിലാണല്ലോ രാവിലെ തന്നെ. ആടി ഞാനൊരു ഹെയർ സിറം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുടി ഈയിടെയായിട്ട് ഭയങ്കര ഡ്രൈ ആവണം. അപ്പോഴറിഞ്ഞു ഇത്ര വിലയുണ്ടെന്ന് ഈ ഹെയർ സിറത്തിനൊക്കെ. മാത്രമല്ല ഈ ഹെയർ സിറം ഒക്കെ നമുക്ക് ഡെയിലി ഇടാവോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. ഹെയർ സിറം ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ കയ്യിലുള്ളതൊക്കെ തന്നെയാണെന്ന് അറിയണ്ടേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വേണം, പിന്നെ ഏതെങ്കിലും ഒരു ലൈറ്റ് വെയ്റ്റ് ഓയിൽ വേണം, പിന്നെ ഗ്ലിസറിൻ, പിന്നെ അലോവേറ ജെല്ല്. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കാൻ. ഡിസ്റ്റിൽഡ് വാട്ടറോ? അതിനെ എവിടെ നിന്ന് ഉണ്ടാക്കും? എടി പൊട്ടിക്കടയിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാം. അതും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. വാ നമുക്ക് ട്രൈ ചെയ്യാം. എങ്കിൽ വാ ഇനി ഇതിൻ്റെ സിറം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം എന്തെങ്കിലും ഗ്ലിസറിൻ വേണം. ഏതെങ്കിലും ഒരു ഗ്ലിസറിൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്ലിസറിൻ എടുത്ത് വയ്ക്കാം. പിന്നെ ഇത് ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് വേണം. ഞാനപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ ബോട്ടിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ബോട്ടിൽ സിറം ഇട്ട് വയ്ക്കാൻ പറ്റണമെന്ന് മാത്രം. പിന്നെ ഏതെങ്കിലും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ, അത് നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ എർഗൻ ഓയിലാണ് എടുത്തത്. അതാകുമ്പോഴേക്കും കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തിക്ക് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് തിക്ക് ഓയിൽ എടുക്കാം കേട്ടോ. പിന്നെ അലോവേറ ഇത് ഓപ്ഷണലാണ്. അലോവേറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അലോവേറ എടുക്കാത്തതാണ് നല്ലത്. എടുക്കുകയാണെങ്കിൽ തന്നെ നാച്ചുറൽ എടുക്കരുത്, ഇങ്ങനത്തെ തന്നെ എടുക്കണേ. ഇതിനകത്ത് കുറച്ച് ഗ്ലിസറിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്, നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. ഇതെന്ന് വെച്ചാൽ പ്യുവർ വാട്ടർ, വേറെ ഒന്നുമില്ല, പ്യുവർ ആയിട്ടുള്ള വാട്ടർ. ഇത് കുറച്ച് നാൾ നമ്മുടെ സിറം കേടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ എത്രയാണ്, ആ ബോട്ടിലിൻ്റെ ഹാഫ് പോർഷൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഡബ്ബ കിട്ടും. ഇവിടെ ഞാൻ ഈ അടുത്ത കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ ചോട്ട ഡബ്ബകളായിരുന്നു. അതിങ്ങനെ ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിലോട്ട് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിൻ നിങ്ങൾ ഹാഫ് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ഗ്ലിസറിൻ ആഡ് ചെയ്യുക. ഗ്ലിസറിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനാണ്, നമ്മുടെ മുടീനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. നമ്മുടെ മുടിയിൽ വാട്ടർ കണ്ടൻറ്റിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട്, അവിടെ തന്നെ നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗ്ലിസറിൻ. അതുപോലെ ഹൈലറോണിക് ആസിഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് അലോവേറ ഇടുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് അലോവേറ ഇട്ടിട്ടുള്ളൂ. അലോവേറ ഇട്ടുകൊണ്ടാട്ടോ ആ ഒരു മിൽക്കി ടെക്സ്ചർ വരുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ടത്. അതെനിക്ക് ഇത്തിരി കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ എടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. നിങ്ങൾ അലോവേറ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത്തിരി മാത്രം ഒരു കളർലെസ് ആയിട്ടുള്ള വാട്ടർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മൾ സാധാരണ സിറത്തിൻ്റെ ഒരു കളറില്ലേ, അതേപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ അലോവേറ ഇട്ടുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഒരു കുഴഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടിയേക്കണത്. അപ്പോൾ അതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലെടുക്കാൻ നോർമലായിട്ട് നമ്മൾ ഹെയറിൽ ഇടുന്ന പോലെ ഇടാം. പിന്നെ നിങ്ങൾ വെറ്റ് ആയിട്ടുള്ള മുടിയിൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇടുന്നതിനെക്കാട്ടിലും കുളി കഴിഞ്ഞിട്ട് ഉടനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളൊരു സിറം അല്ല കേട്ടോ. നമ്മുടെ മുടിയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സിറം. അപ്പോൾ ഹെയർ ഗ്രോത്തിനുള്ള സിറം ഞാൻ വേറെ ചെയ്യാം. ഇതിലും ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും നമ്മൾ കൂടുതൽ ഒരു ഫ്രിസ് കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഫുള്ള് ഹെയറിൽ നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു 1 month വരെ വെളിയിൽ യൂസ് ചെയ്യാം കേട്ടോ, കേടാവാതിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കോൺവെർസേഷൻ പോലെ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഇത്ര നാൾ ചെയ്യാതിരുന്നത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമായിരുന്നു. ഇപ്പോൾ ഞാൻ എന്തായാലും ചെയ്താൽ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് ചെയ്തിടുന്നത്. എനിക്കറിയാം അതിനകത്ത് എഡിറ്റിംഗ് ഒന്നും അത്ര കറക്റ്റായിട്ട് ഉണ്ടാവില്ല. കുറേ സ്ഥലങ്ങളിൽ കട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഓപ്പോസിറ്റ് ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ ഇരുന്ന് ഞാൻ വെറുതെ നോക്കിയിരുന്ന് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്രഷനൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഫുൾ എഡിറ്റ് ചെയ്തേക്കണം ഞാൻ കേട്ടോ. ഈ രണ്ടാളെ എങ്ങനെ വെക്കണേ എന്നുള്ളത് ഞാൻ എന്തോരം യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് നിർത്തണം. എങ്ങനെയാണ് ആദ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഒരാളവിടെ ഒരാൾ ഇവിടെയൊക്കെ ഇരിക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ചേർക്കണമൊക്കെ ഞാൻ കുറേ നോക്കി റെഫർ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതെനിക്ക് കുറച്ച് നാൾ മുമ്പേ ചെയ്യണമെന്നായിരുന്നു. നമുക്ക് ടീം ഉണ്ടായിരുന്നല്ലോ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ. ആ ടൈമിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കറിയൊക്കെ ഞാനൊരു മാനസിക സംഘർഷത്തിലൂടെ പോയിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ടീമുകളെല്ലാം പിരിച്ചുവിട്ടൊന്നുമല്ല, അവർ വേറെ ഇത് വന്നപ്പോഴേക്കും ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാനെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കാം കേട്ടോ. എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടാവും. എനിക്ക് ചെയ്തു വന്നപ്പോൾ മനസ്സിലായെന്താ അറിയോ, ഞാൻ അത് കുറച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കണേ. കാരണം അതിനകത്ത് ഞാൻ വോയിസ് ഓവർ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര ഷോർട്ടായിപ്പോയി. വീഡിയോ ഒട്ടുമില്ല പറഞ്ഞാൽ
എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല, അത്ര ഷോർട്ടായിപ്പോയി. ഞാനത് സംസാരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് തോന്നി കുറേ ഉണ്ടെന്ന്. പക്ഷേ കുറച്ചും കൂടി അപ്പോൾ ഡയലോഗ്സൊക്കെ വേണം തോന്നുന്നു. ഇങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള ഡയലോഗുകൾ കുറച്ച് കൂടുതൽ പറയണം തോന്നുന്നു വലിയ വീഡിയോ ആക്കണമെങ്കിൽ. ഇത് 5 മിനിറ്റ് പോലും വീഡിയോ ഇല്ലാതാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ് വീഡിയോയുടെ കാര്യം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ഓക്കെ, എനിവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സീറം, നിങ്ങൾക്ക് ഈ സീറം ഒരു 1 മന്ത് വരെ വെളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൽഡ് വാട്ടർ ഇല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ സീറത്തിന് നല്ലൊരു മണം വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്തിരുന്നാൽ മതി. ഇപ്പോൾ പെപ്പർമിൻറ്റോ അല്ലെങ്കിൽ റോസ്മേരി, ലാവൻഡർ, റോസ്, ജാസ്മിൻ, നിങ്ങൾക്ക് ഏത് മണമാണ് ഇഷ്ടമില്ല ആ മണത്തിൻ്റെ 1-2 ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്സ് എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ ഇല്ലയോ എന്നെല്ലാം അറിയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എല്ലാ സംശയങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് കാണാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട് അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.